ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ സലാലയിൽ നല്ലൊരു മഴ പെയ്തു. ആ മഴയൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പുറത്തിറങ്ങിയത്. ഇത്രയും നാളത്തെ ഒരു വിഷമമായിരുന്നു, എന്താ മഴ പെയ്യാത്തേ എന്തേ മഴ പെയ്യാത്തേന്ന്. ഇവിടെയുള്ളവരുടെ എല്ലാവരുടെ ഒരു വിഷമമായിരുന്നു അത്. ചൂടിൽ നിന്ന് ഒരാശ്വാസം കിട്ടി. അത്യാവശ്യം നല്ലതുപോലെ തണുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാത്രിയിലും നല്ല മഴയായിരുന്നു. ആ മഴയെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഞാനും ഏട്ടനും മോളും ഉണ്ട് കൂടെ. ഇപ്പം ഞങ്ങൾ പെട്രോൾ പമ്പിലാണുള്ളത്. ഇവിടുന്ന് കാർ എണ്ണ അടിച്ചിട്ട് തുടങ്ങാം ഇന്നത്തെ യാത്ര എന്ന് വിചാരിച്ചു. വേറെ എവിടെയില്ല, വെറുതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങാം, ഈ മഴയൊന്ന് ആസ്വദിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒന്നിക്ക് നെസ്റ്റോ അല്ലെങ്കിൽ ലുലു, ഇതിലേതെങ്കിലും ഒന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കും. അപ്പം നേരെ ഇന്ന് ലുലുവിലേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്താറായി. അപ്പോൾ ലുലുവിൽ ഞാൻ കയറാൻ നോക്കുമ്പോൾ ഞാൻ ഏട്ടനോട് പറയായിരുന്നു, എന്തിനാണ് ഇവിടെ പോകുന്നത്, നമുക്ക് കാര്യമായിട്ടൊന്നും വാങ്ങാനില്ലല്ലോ, നമ്മുടെ റൂമിൽ അത്യാവശ്യം എല്ലാ സാധനവും ഉണ്ട്, പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല, ഇവിടത്തേക്ക് പോകണോ എന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു, വെറുതെ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം, പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും വെറുതെ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഷാമ്പു വാങ്ങണമായിരുന്നു. എൻ്റെ അടുത്ത് ഷാമ്പു ഇല്ല, കുറേ ആയി ഷാമ്പു വാങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷാമ്പു വാങ്ങി, ലോറിയലിൻ്റെ ഒരു ഷാമ്പു വാങ്ങി. പിന്നെ മോക്ക് ബിസ്ക്കറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ മോക്ക് ബിസ്ക്കറ്റ് വാങ്ങണം. അതിന് അവിടെ നിന്ന് വാശി പിടിക്കുന്നുണ്ട്. അവിടെ നിന്ന് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിലത്തിരുന്നിട്ടുണ്ട്. ബിസ്ക്കറ്റ് വാങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞ് അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ എന്താ, ചിക്കൻ വെക്കുന്ന സെക്ഷനിലെത്തിയപ്പോൾ ചിക്കൻ കറി വെക്കാം ഇന്ന് ഉച്ചയ്ക്ക് എന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ വാങ്ങിച്ചു. വെറുതെ വന്ന് പോകാമെന്ന് വിചാരിച്ച ഞങ്ങൾക്ക് 10 റിയാലിൻ്റെ പർച്ചേസ് ചെയ്തു. ഇവിടെ അങ്ങനെ വെറുതെ കയറി ഇറങ്ങി പോകാൻ പറ്റില്ല, കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങേണ്ടി വരും. അങ്ങനെയാണ് ലുലുലു നെസ്റ്റോയിലൊക്കെ വന്നാലുള്ള അവസ്ഥ. അങ്ങനെ 10 റിയാലിൻ്റെ പർച്ചേസ് ചെയ്തു. അവിടുന്ന് നേരെ ഇറങ്ങി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നല്ല പൊറോട്ടയും ബീഫും തട്ടി മോൾക്കൊരു ഇഡ്ഡലി വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ റൂമിലെത്തി ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്തു. അവിടുന്ന് അതിനൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ കുക്കിംഗ് ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കുക്ക് ചെയ്ത് ഞങ്ങൾ റൂമിൽ നിന്നല്ല കഴിച്ചത്, നേരെ പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് മഴയത്ത് പോയിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ ഭ്രാന്ത് ഇവിടെയുള്ളവർക്ക് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ കയറി വീട്ടിലകത്ത് കയറി ഒളിക്കുക ചെയ്യുക. പക്ഷേ ഇവിടെ നേരെ പുറത്തേക്കാണ് ഓടുക. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഞങ്ങൾ നല്ലൊരു സ്പോട്ട് നോക്കി ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇവിടെ എല്ലാം ഫില്ലാണ്, എല്ലായിടത്തും ആൾ നിറഞ്ഞിരിക്കുകയാണ്, എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ട് എല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫാമിലി ആയിട്ട് ഇരുന്ന് എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇവിടെ ഇങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു സ്പോട്ട് കിട്ടി, ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നോക്കുമ്പോൾ അവിടെയും നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഒഴിഞ്ഞൊരു സ്ഥലം നോക്കിയിട്ട് ഞങ്ങൾ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ എടുത്ത് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അവിടത്തേക്ക് വിട്ടു. അവിടെ നോക്കിയാൽ കാണാൻ പറ്റും, അവിടെ നിലത്തൊക്കെ കുറച്ച് കരിക്കട്ടയൊക്കെ കാണാൻ പറ്റും. അവിടെ ഗ്രില്ലൊക്കെ ചെയ്യുന്നുണ്ട്, ഗ്രില്ല് ചെയ്ത് കുക്ക് ചെയ്തിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. കുറേ അമായൻസൊക്കെ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ ഗ്രില്ലൊക്കെ ചെയ്തിട്ടാണ് അവിടെ ഇരുന്ന് കഴിക്കുക. അപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാനായി ഞങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലാണ്. നല്ല പോലെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനാണ് സെർവ് ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഫുഡിന് കാര്യമായ സ്പെഷ്യലൊന്നുമില്ല, എന്നാലും ചിക്കൻ കറിയും ക്യാരറ്റും പയറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഉപ്പേരിയും പിന്നെ മീൻ വറുത്തതും പിന്നെ സാൽമൺ ഫിഷ് സാലഡും സാൽമൺ ഫിഷും ബ്രൊക്കോളിയും ക്യാപ്സിക്കം ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ മഴ പെയ്യുന്നത്? ഇവിടെ അങ്ങനെയാണ് മഴ പെയ്യുക. നമുക്ക് കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ല, ക്യാമറയിൽ നിന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല മഴ പെയ്യുന്നുണ്ടെന്ന്. അതുപോലെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് ഇപ്പോൾ. ഇവിടെ ജബലിൽ ഇങ്ങനെയാണ് മഴ പെയ്യുക. ചെറിയ ചെറിയ സ്പ്രേ അടിക്കുന്ന പോലെയാണ് ഇവിടെ മഴയൊക്കെ പെയ്യുക. നമ്മുടെ നാട്ടിലെ പോലെ ചറപറാന്നൊക്കെ പറഞ്ഞ് മഴ പെയ്യാറില്ല.
ഇവിടെ പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. ഇനി രണ്ട് ദിവസം കൂടി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജബലൊക്കെ ഫുള്ള് പച്ച പിടിച്ചു നല്ല ഭംഗിയായിരിക്കും. ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ കാണിച്ചു തരാം. കാറിൻ്റെ മുകളിലൊക്കെ വെള്ളം വീണത് കണ്ടില്ലേ? അപ്പോൾ അത്യാവശ്യം മഴയുണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ പോവാണ്. നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ചുറ്റും ആൾക്കാരുണ്ട്, നല്ലപോലെ തിരക്കുണ്ട്. ഇതിലൊന്നുമല്ല, ഇതിലും കൂടുതൽ തിരക്ക് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇനി ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഒന്നും കാറൊന്നും പാർക്ക് ചെയ്യാനൊന്നും പറ്റില്ല, അത്രയും തിരക്കായിരിക്കും. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. ഇനി അടുത്ത വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ഇവിടുത്തെ ഖരീഫിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളിയാണ്. സ്ഥലമൊക്കെ നല്ല മനോഹരമാക്കി സെറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെയൊക്കെ സ്ഥലം ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ.